ഹായ് ഓൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഫാമിലിയിലെ ഒരു സ്ത്രീയുടെ പങ്കിനെ കുറിച്ചാണ് കേട്ടോ. ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീക്ക് എത്ര കണ്ട് പങ്കുണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല സ്ത്രീകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാനൊന്നും ചെയ്യുന്നില്ല, വെറുതെ വീട്ടിലിരിക്കാന്നൊക്കെ. അങ്ങനെയാണോ ഒരു സ്ത്രീ ശരിക്കും ചെയ്യുന്നത്? ഒരിക്കലും അല്ല അല്ലേ. ഒരു സ്ത്രീ ഒരിക്കലും വെറുതെ ഇരിക്കാറില്ല വീട്ടിൽ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, എനിക്കറിയാലേ, നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരുപാട് കാര്യം നമ്മുടെ ഫാമിലി ചെയ്യുന്നുണ്ട്. ഈവൻ കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ഹസ്ബൻഡിനെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങളല്ലേ. നമ്മുടെ ഫാമിലിയിൽ ചെറിയൊരു പ്രോബ്ലം വന്നാലോ നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ സഹായിക്കാറുണ്ട്. അവരെ നല്ല രീതിയിൽ പോകാനല്ലേ, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അതിന് പ്രശ്ന പരിഹാരം നമ്മൾ കണ്ടെത്താറുണ്ട്. അത്തരത്തിൽ ഒരു ഫാമിലിയിൽ ഓൾ ഇൻ ഓൾ ആണ് ഒരു സ്ത്രീ എന്നുള്ളത് നമ്മൾ പലരും തിരിച്ചറിയാറില്ല. അതിന് കാരണം സ്ത്രീകൾ തന്നെയാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാ, അല്ലേ? നമ്മളെ വീട്ടിൽ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അത് വളരെ സ്നേഹത്തോടു കൂടെ തന്നെ നമ്മൾ മക്കൾക്കും ഹസ്ബൻഡിനും വീട്ടിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് എത്രത്തോളം വലിയൊരു കാര്യമാണെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു അമ്മയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നല്ലേ ഗർഭാവസ്ഥയിലും. അതുപോലെ തന്നെ നമ്മൾ അമ്മയായിരിക്കുമ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്ര കണ്ട് സാക്രിഫൈസ് ചെയ്യുന്നു. നമ്മുടെ ഉറക്കം, ഭക്ഷണം, നമ്മുടെ കരിയർ എല്ലാം നമ്മൾ മാറ്റി വെക്കുകയാണല്ലേ ശരിക്കും പുതിയൊരു ലോകത്തിനായിട്ടല്ലേ. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവളുടെ ലൈഫിൽ അവൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് റെസ്പെക്റ്റ് കിട്ടണോ? നമുക്ക് റെസ്പെക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കണം നമ്മൾ എന്തൊക്കെ ഒരു ദിവസം ചെയ്യുന്നുണ്ടല്ലേ, നമ്മൾ എത്രത്തോളം അഭിമാനിക്കണം അതിനെക്കുറിച്ച് എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. എങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫാമിലിയിൽ അത് ഏറ്റവും നല്ലതാക്കി കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും സ്ത്രീകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെക്കുറിച്ച് സ്വയം ചിന്തിക്കുക. നിങ്ങൾ എത്രയോ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അഭിമാനിക്കുക. അതുപോലെ തന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും സന്തോഷത്തോടു കൂടെ അത് ചെയ്യുക. ഇത്തരത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വാല്യൂ മനസ്സിലാവും. ഒരു സ്ത്രീക്ക് ഒരു ഫാമിലിയിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. മറ്റുള്ള ഓരോ വ്യക്തികൾക്കുമുള്ള അതേ പങ്ക് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചൊരു പങ്കുണ്ട്. അവർ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയാണെങ്കിലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവരൊരു ജോലിക്ക് പോലും പോകുന്നതല്ലേ. അപ്പം അത്തരത്തിൽ ഒരു സ്ത്രീനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ സൂപ്പർ വുമൻസ് ആവുക. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ റോളിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുക, പ്രൗഡായിരിക്കുക, അഭിമാനമുള്ളവരായിരിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പും നിങ്ങളുടെ സക്സസ്സിലേക്ക് ഉപകാരപ്പെടുന്ന ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്